ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, പേജ് ഓഫ് എർത്ത്, 7 of air, transformation, 7 of earth, 9 of water, tower, 5 of fire, emperor, justice, 4 of water, 4 of fire, queen of earth, fool, 2 of fire and one more. ഓക്കെ, മെസ്സഞ്ചർ ഓഫ് എർത്ത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഇപ്പോൾ കറൻ്റ്ലി ഒന്നില്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് അവസാനിച്ച മട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നോ കോണ്ടാക്റ്റിൽ പോകുന്ന വ്യക്തികളുടെയൊക്കെ ഒരു എനർജി തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് അവരങ്ങനെയാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് എൻഡായോ എന്നുള്ളൊരു സംശയം ഈ ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയ ഒരു രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു തകർച്ചയ്ക്ക് പിന്നിൽ ചീറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ചീറ്റിംഗ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അതറിയുകയും ചെയ്യും. അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവരിവിടെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കീർണമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റും കൂടിയാണ്. അതായത് ചില സമയത്ത് ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. ചില സമയത്ത് ആ ഒരു വ്യക്തി ഇല്ല, ഓക്കെയാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങളുടെ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു തന്നിട്ടുണ്ടാവണമെന്നില്ല. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ടാവാം, ആർഗ്യുമെൻറ്റ്സിലേക്ക് പോയിട്ടുണ്ടാവാം, കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് അവർ വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ നിലപാട് ശരിയാണെന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മളിവിടെ പറയുമ്പോൾ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് നമുക്ക് മനസ്സിലായി, പക്ഷേ ആ ഒരു തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ട് ഒന്നും മിണ്ടാതിരിക്കും. കാരണം നമുക്ക് തെറ്റ് തിരുത്താനുള്ള സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ള മനസ്ഥിതി ഇല്ല. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അത് തിരുത്താനുള്ളൊരു മനസ്ഥിതി, അല്ലെങ്കിൽ സമയം, സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്തപ്പോൾ, എന്നാൽ ഇപ്പോൾ ബെറ്ററായിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾക്കൊക്കെ തിരിച്ചറിവുണ്ടെങ്കിലും ഒരു സൈലൻസ് തുടർന്നു പോകും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ അവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും.
ഇപ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരുടെ തെറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയായില്ല എന്നൊരു തോന്നലുണ്ടെങ്കിലും അവരുടെ ഒരു ഈഗോ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പബ്ലിക്കലി നമ്മുടെ മുന്നിൽ അത് സമ്മതിച്ച് തരാനായിട്ടുള്ള ഒരു മടി കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി കൂടിയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു എൻഡായി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടാവാം. എങ്കിൽ പോലും ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഒരു ഭാഗത്തൂടെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഫുൾഫിൽമെൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ആംഗിളിലൂടെ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ അവർക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂം ഈ ഒരു വ്യക്തിക്ക് അറിയാം. എന്നാൽ ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ സെപ്പറേഷനെക്കുറിച്ചും ഒക്കെ ഈ ഒരു പേഴ്സൺ അറിയാം. പക്ഷെ നിലവിൽ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം ഇല്ലായ്മ കൊണ്ടോ അവർ സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ നമ്മൾ മറക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം ആ ഒരു ഫോർ ഓഫ് ഫയർ എനർജിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു റീകൺസിലേഷൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. റീകൺസിൽ ആവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ആ ഒരു ഫുൾ എനർജിയാണ് എടുത്ത് ചാടാനായിട്ട്. അതായത് ഇതിനകത്ത് ഒരുപാട് വരുംവരാഴികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അവരതൊന്നും ചിന്തിക്കാതെ ഇതിനകത്തേക്ക് എടുത്ത് ചാടി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു അവരുടെ മനസ്സ് അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പ്ലാൻ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരൂ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഓൺ ആവണം എന്നുള്ളൊരു ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അതൊരു പെൻഡിങ്ങിലേക്ക് വെക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ഒരു പേഴ്സൺ ഇപ്പോൾ തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. വീണ്ടും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വാക്ക് തർക്കത്തിലേക്ക് പോവാം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു അവസ്ഥയാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു എനർജിയും കൂടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു മിസ്സിങ് ഈ ഒരു പേഴ്സൺ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പേഴ്സൺ കുറ്റം സമ്മതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. ഇത് ആരുടെ എനർജി ആണെന്നുണ്ടെങ്കിലും അവർ വളരെ എന്താ പറയുന്നത്, അവരുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇവർക്കൊരു ഇളക്കോ ഒരു കുലുക്കോ ഇല്ലല്ലോ ഈ ഒരു പേഴ്സണ് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ, അതായത് അവരുടെ ഒരു അഹങ്കാരം ഗർവ് ഒക്കെ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണ് അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അത് അവർ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ആ ഒരു വ്യക്തി പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കുറച്ചൊരു പരുക്കനായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോടത് വ്യക്തമായിട്ട് കാണിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് അവസാനിച്ചു പോയോ, അല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഡെഡായി എന്നുള്ളൊരു തോന്നൽ വരെ വന്നേക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവർ പ്ലാൻ ചെയ്യുന്നത് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് ഞാൻ വീണ്ടും വരും, വീണ്ടും റീകൺസിലിയേഷൻ വേണം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ഫുൾ എനർജി വന്നു. പക്ഷേ വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്ലാനിങ്ങിലേക്ക് അവർ പോകുന്നുണ്ട്. വീണ്ടും ഇത് നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു എടുത്തുചാട്ടം മാറിയിട്ട് അതൊന്നും കൂടി ശാന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു മെസ്സഞ്ചർ ഓഫ് എർത്ത് എനർജിയാണ്. ദാറ്റ് മീൻസ് ആ ഒരു എനർജി സ്റ്റേബിൾ ആയിട്ട് വരാൻ, വളരെ സക്സസ്ഫുൾ ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്ലോ എനർജിയാണ്. എടുത്തിയാടി വരാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും വന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ലോ മോഡിലാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാൾ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയും മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ലോജിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പിനും ഒക്കെ വളരെ പ്രാക്ടിക്കലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നവരായിരിക്കാം. അതുമാത്രമല്ല ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം. മാത്രമല്ല ചിലപ്പോൾ സൊസൈറ്റിയിൽ ചിലപ്പോൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ് സോൺ വിട്ട് ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനും, അതോ മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ള അറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും
ഈ ആദ്യമേ പറഞ്ഞ കാര്യം ഉള്ളത് കൊണ്ടാണ് അവർ ചില കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് പരിവർത്തനം, മാറ്റം നടക്കുന്ന ഒരു സമയമായിരിക്കണം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ മാത്രമല്ല, അതിന് പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റം വന്നിട്ടുണ്ടാവാം. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ഒന്ന് ലാഗായി പോയിട്ടുണ്ടാവും. അങ്ങനെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കേവലം ആ ഒരു ചട്ടക്കൂടിൽ മാത്രമല്ല, പുറമേക്കും ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് സ്പ്രെഡ് ആയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിവർത്തനം വരേണ്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും. അതായത് ചില ബന്ധങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം പല കാര്യങ്ങളും ഉദ്ദേശിച്ച് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 വ്യക്തികളും പല കാര്യങ്ങൾ കൊണ്ടും എക്സ് ഓർ വൈ കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സഫോക്കേഷൻ, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ മാറി വീണ്ടും ഒന്ന് റീയൂണിയൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും ഒരു ലാഗിന്റെ ആവശ്യം ഉണ്ടായില്ല. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നോ പ്രശ്നം? അന്ന് ഈ ഒരു കാര്യം സംസാരിച്ച് തീർന്നു കഴിഞ്ഞാൽ എങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ലായിരുന്നു. എന്നൊക്കെ നമുക്ക് പിന്നീടാണ് തോന്നുക. ആ ഒരു സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് നോ കോൺടാക്റ്റിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അവർക്കിപ്പോൾ എന്നോട് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലില്ല. അവർ മറ്റൊരു ഇതിലേക്ക് പോയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളായിട്ട് തന്നെ പല കാര്യങ്ങളും നമ്മളുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ച് മാറിയും മറിഞ്ഞും ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറന്റ്ലി ഇവരുടെ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങൾ, കാര്യങ്ങൾ, ചീറ്റിംഗ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ബ്രേക്കപ്പിലോ നോ കോൺടാക്റ്റിലോ ഇരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയതുപോലെ അതേപോലെ നിങ്ങളോട് വന്ന് തുറന്ന് പറയാനും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനോ കഴിയാത്തൊരു ഫീലിംഗും കൂടി നമുക്കിവിടെ കാണാം. എടുത്തയാടി നിങ്ങളിലേക്ക് വരണമെന്നും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒന്ന് പതുങ്ങി വരുന്നൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്കാവും. അല്ലെങ്കിൽ ഫ്യൂച്ചറിലെല്ലാം ശരിയാവും. അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഉടനടി അവർ ആക്ഷൻ എടുക്കാതെ എല്ലാം സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ സെറ്റിലായിട്ട് ഞാൻ വരും. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് തരണമെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിമൂവ് ആയിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി തരാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പറ്റാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. വളരെ സ്റ്റഡി ആയിട്ട് വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കുറച്ചൊരു സ്ലോ എനർജിയാണ്. പക്ഷേ ഇത് വിട്ടുകളഞ്ഞിട്ടില്ല. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ നമുക്ക് കാണാം. പക്ഷെ അത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവാനായിട്ട് ഇപ്പം നമ്മൾ ചില ഇതിനകത്ത് കാണാറുണ്ട്. ഒരു അകന്നിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് വന്ന് ഹായ് ഹലോ ഇട്ട് പോവുക, അല്ലെങ്കിൽ സംസാരിക്കുക. ചിലപ്പോൾ 2 ദിവസം സംസാരിക്കും, 3-ാമത്തെ ദിവസം വീണ്ടും പഴയപടിയാവുന്ന റിലേഷൻഷിപ്പും ഉണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ അതിന് കഴിയില്ല. ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഇനി നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ ലാഗ് ഇടുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഒരു പേഴ്സന്റെ ആ ഒരു സേഫ് സോൺ വിട്ട് കളിക്കാനായിട്ട് റെഡി ആയിട്ടില്ല. താല്പര്യം, സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ എടുത്തത് നൈറ്റ് ഫീലിങ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെയായിരിക്കാം ചിലപ്പോൾ ചിന്തിക്കുന്നത്. നാളെ ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റിൽ ആവട്ടെ എന്നിട്ട് മതി, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും, വീണ്ടും വന്നു കഴിഞ്ഞാൽ വാക്ക് തർക്കങ്ങളുണ്ടാവും, എൻ്റെ കയ്യിൽ ചിലപ്പോൾ ആൻസർ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഒരു പ്രശ്നത്തിലേക്ക് പോകണ്ട, എല്ലാം നന്നായിട്ട് സെറ്റിലായിട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കാം. എന്തായാലും ഇപ്പം നമുക്ക് കറൻ്റ്ലി അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു നല്ല ലാഗ് വന്നവരുടെ ഒരു എനർജി കൂടിയാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഫീലിങ്സ് ആയതുകൊണ്ട് ഇത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണം എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജിയാണ് കാണുന്നത്. എങ്കിലും നമുക്കിനി ഒരു ഫൈനലായിട്ട് ഒരു ഓവറോൾ എനർജി ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളതും കണ്ടു. പക്ഷേ ഒന്ന് പെൻഡിങ്ങിലേക്ക് വെക്കുന്ന ഒരവസ്ഥയാണ്. സ്ലോ ആയിട്ട് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഓവറോൾ എനർജി എന്താണ് നിങ്ങളോടുള്ളത് എന്നുള്ളത് നമുക്ക് ഫൈനലായിട്ടൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ടേണിംഗ് ഇൻ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ട്രാവലിംഗ്,
ആൻഡ് വൺ മോർ. സോറോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്ന ഓവറോൾ എനർജിയിലും. കാരണം പുറമേ ഈ ഒരു പേഴ്സൺ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു ഫെയിൻറ്റ് സ്മൈലൊക്കെ ചുണ്ടിലൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. പക്ഷേ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഡിസ്റ്റർബൻസ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. അവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്ത ആ ഒരു സ്പ്രെഡിൻ്റെ ഒരു ആകത്തുകയാണ് ഈ വന്നിരിക്കുന്ന എനർജി എന്നുള്ളത് അങ്ങനെ തന്നെ പറയാനായിട്ട് പറ്റും. നിങ്ങളിലേക്ക് എത്രയും ഫാസ്റ്റായിട്ട് എത്തണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സോറോ എനർജി, നല്ല രീതിയിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആണോ ഇത്, ഈ പറഞ്ഞ പോലെ ഒരു നോ കോൺടാക്റ്റിലാണോ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പം നമ്മൾ നേരത്തെ സ്പ്രെഡിൽ നിന്ന് ക്ലൂസ് എടുക്കാനായിട്ട് വിട്ടുപോയി. എങ്കിലും അവിടെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ടായിരുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്, അതുപോലെ തന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, സ്ട്രോങ് ഏരീസ് ഉണ്ടായിരുന്നു, സ്ട്രോങ് അക്വേറിയസ് ആൻഡ് ലിബ്ര എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ടും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഗ്യാപ്പിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, കോൺടാക്റ്റ് ഇല്ല. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടോ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെയായിരിക്കാം. ചിലപ്പോൾ ആ ചീറ്റ് ചെയ്ത് പോയതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്ക് അവരോട് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരാനുള്ള ഒരു ഹെസിറ്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അവരിലേക്ക് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണുമായിട്ടുള്ള സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ആ ഒരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടില്ല. അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനകത്ത് ആ ഒരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാണ്ട് ഒന്ന് മടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വരാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്ക് അവിടെയും കാണാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ എടുത്ത ഓവറോൾ എനർജിയിലും നമുക്ക് കാണാം. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു പേഴ്സൺ അവിടെ തന്നെ ഒന്ന് സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.